ഒന്നും തോന്നരുത്. നിങ്ങൾക്കിടയിൽ പ്രണയമുണ്ടായോ? No. അല്ല, ചേച്ചിന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഇനി എന്താ സംഭവിച്ചത്. No. അങ്ങനെയല്ല. സി, അതിന് പ്രണയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾക്ക് ഒരാളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ പ്രണയം വർക്കൗട്ട് ആവേണ്ട ആവശ്യമില്ല. എനിക്ക് കിട്ടാതെ പോയൊരു സാധനമാണ് ഒരു ചേച്ചി എന്നുള്ളൊരു സംഭവം. അത് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം കൊതിച്ചു നടക്കുന്ന ഒരാളാണ്. ചെറുപ്പത്തിൽ എനിക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ എനിക്കത് ഒരു ഡയറക്ഷനിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ആക്ച്വലി ബ്ലൈൻഡ് ആയി, കംപ്ലീറ്റ്ലി ഞാൻ മാനിപ്പുലേറ്റഡ് ആയി. ആ ഒരു സ്നേഹത്തിന്റെ ബേസിസിൽ, സ്നേഹം പ്രണയമല്ല. മനസ്സിലായി. ഞാനത് നോർമൽ ആളായിട്ടാണ് ഈ പ്രണയം കോട്ട് ചെയ്തത്. ഉണ്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം. അത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവർ അത്രയൊക്കെ ചിന്തിച്ചുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എനിക്ക് മനസ്സിലാവും. അതില് നമുക്ക് പ്രണയത്തിന്റെ ആവശ്യമില്ല. പെട്ടെന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോഴാണ് പ്രണയമാണോ എന്ന് ഞാൻ ചോദിച്ചത്. സ്നേഹിക്കാൻ നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. എത്ര തരത്തിൽ. എനിക്കിപ്പം മുമ്പിലിരിക്കുന്ന തുപ്പലിനോട് പോലും നിങ്ങളോടൊരു സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോ ചേച്ചി എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മള് സ്നേഹവും ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്. ബേസിക് ആ ഒരു വേർഡ് വിശ്വാസമാണ്. സ്നേഹത്തിലുപരി ഞാൻ ആളുകളിൽ കാണാൻ ശ്രമിക്കുന്നതും എനിക്ക് വേണ്ടതും വിശ്വാസമാണ്, ട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അന്ന് പറഞ്ഞപ്പോ ആ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിയോ അതോ ഗോപിക ഇറങ്ങിയോ താങ്കൾ ഇറങ്ങിയോ? ഗോപികയുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ കംപ്ലീറ്റ്ലി അവിടെ നിന്ന് പോന്നു. ഞാൻ തന്നെ എടുത്ത ഡിസിഷൻ, ഞാൻ തന്നെ പോരണം, ഞാൻ പോകുന്നു. ഞാൻ ഒരിടത്തും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരാളല്ല. ഒരു 6-7 മാസം ആയി കഴിയുമ്പോഴേക്കും ഏതൊരു ഇതിലാണെങ്കിലും എനിക്ക് അവിടെ നിൽക്കുമ്പോഴത്തേനും കാര്യങ്ങൾ എനിക്കൊരു മടുപ്പവും തുടങ്ങും. അപ്പോൾ ആ ഒരു സംഭവത്തിലും കൂടെ ഞാൻ ഇറങ്ങി. ഇനിയിപ്പം അടുത്ത എന്തെങ്കിലും ട്രൈ ചെയ്യണം, എൻ്റെ ലൈഫ് കൂടുതൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ മറ്റൊരാളെയും കൂടി ചേർത്താണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ഫ്രീഡം എനിക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് അടുത്തൊരു ചലഞ്ച് എന്താണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. സോ അത് വളരെ വേദനാജനകമാണ്. നമ്മൾ വളരെ ആൻഷ്യസ് ആവും, നമ്മൾ കുറെ സഫർ ചെയ്യും. ഇത്രയും നാളുണ്ടായിരുന്ന ഒരു കംഫർട്ട് ബബിൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ ഒരു തകർത്ത് കളയുന്ന ഒരു സംഭവമാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഒരു അവസ്ഥ പറഞ്ഞു. ഇപ്പൊ എന്താണെങ്കിലും നിങ്ങളൊരു 6-7-8 മാസം നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നവരാണ്. ഇതേ അവസ്ഥയായിരിക്കില്ലേ ഗോപികയ്ക്ക്? നമ്മൾ എന്തൊക്കെയാണെങ്കിലും വാശി പുറത്ത് ഇപ്പം നമ്മളിപ്പോ ഈ ക്യാമറയൊന്നും ഇല്ല, നമ്മൾ തമ്മിൽ വഴക്ക് കൂടുവാണെന്ന് വെച്ചോ, നമ്മൾ തമ്മിൽ വഴക്ക് കൂടുക. അപ്പൊ നമ്മൾ ചിലപ്പം ചക്ക നമ്മൾ നന്നായിട്ട് വഴക്കുണ്ടാക്കും. പക്ഷെ അറ്റ് ദ എൻഡ് നമ്മൾ രണ്ടുപേർക്കും പെയിൻ എടുക്കും. അയ്യോ, എനിക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ലല്ലോ ആളോട്. ഇപ്പം നീ ആണെങ്കിലും ആലോചിക്കും, അയ്യോ ചേച്ചി അങ്ങനെ പറയണ്ട, ഒരു സമയത്ത് എന്നെ ഒരു പുഞ്ചിരിയെങ്കിലും തന്ന ആളല്ലേ എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ? ഇതേ പെയിൻ ആയിരിക്കുമോ ഇല്ലയോ? കാരണം ഇത്രയും നാൾ അടുത്തറിഞ്ഞ നിലയിലാണ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് എനിക്ക് പെയിൻ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വേദനയുണ്ട്. ഗോപികയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ തകരേ ഉള്ളൂ. ഞാൻ മനഃപൂർവ്വം ആ ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആ ചോദ്യം ഞാൻ കുറേ നാൾ മുന്നേ വിട്ടതാണ്. പക്ഷെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് തന്നെ പോയി. അല്ല, അതെന്താണെന്നറിയോ, ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് തന്നെ കാരണമുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു ചേച്ചി അനിയൻ, നമ്മുടെ സ്വന്തം ചേച്ചി, നമ്മളിപ്പോൾ എപ്പോഴും സ്വന്തം എന്നാണല്ലോ പറയുന്നത്. നമ്മളിപ്പോൾ ഒരാളെ ദത്തെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങൾ വഴി വരുമ്പോഴാണല്ലോ നമുക്കത് സ്വന്തമല്ല എന്നുള്ളൊരു ഹീസ് മൈൻ ഷീസ് മൈൻ എന്നുള്ളൊരു പദപ്രയോഗമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. മനസ്സിലായി. അപ്പം നമ്മുടെ സ്വന്തം ചേച്ചിയാണ്. നമ്മൾക്ക് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പം അടിയുണ്ടാക്കിയ കൂടപ്പുറപ്പായതുകൊണ്ട് ആ മനസ്സിൽ നിന്ന് ആ ദേഷ്യം പോകും. പക്ഷെ അത് പുറമേ നമ്മൾ കാണിക്കത്തില്ല. അവള് വന്നോ, അവള് മിണ്ടി, അവള് പോയി, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആ സമയത്തല്ലേ ആ ഒരു വല്ല കുഞ്ഞ് ഇൻസിഡന്റ് ആയിരുന്നോ അതോ ത്രൂ ഔട്ട് മൈൻഡ് സെറ്റില്? ചോദിച്ച് അല്ല, ഞാൻ കാര്യമായിട്ട് ചില ഒരു ഇൻസിഡന്റ് അല്ല, ഒരു കൂട്ടം കാരണം നമ്മൾ സഫർ ചെയ്ത് അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. സഫർ ഓക്കെ മെന്റലി ഞാൻ ചെറുത് കിട്ടി ഇറിറ്റേറ്റഡ് ആവുന്ന കൂട്ടത്തില. അപ്പൊ എന്നെ പെട്ടെന്ന് ഒരു ഗ്യാങ്ങിലേക്ക് ഇടാനോ
അല്ലെങ്കിൽ എന്നെ ലൈക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ ലൈക്ക് എന്നെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ വളരെ സോളിറ്റ്യൂഡ് ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നൊരു ഗ്യാങ്ങിൽ കൊണ്ടിട്ട് അവരോടൊപ്പം മിങ്കിളാണെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പറ്റില്ല. അതായിരിക്കാം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുന്നത്. ഇൻസിഡന്റ് ഒരു കുഞ്ഞ് ഇൻസിഡന്റ് അല്ല, ചെറിയ ചെറിയ ഇൻസിഡൻസ് കമ്മ്യൂണിക്കേഷന്റെ ലൈക്ക് അഭാവത്തോടു കൂടി അത് കുറച്ച് ഇതായി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ തകർച്ചയിൽ എനിക്ക് വിഷമമുണ്ട്, പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ റീസൺ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വരണം, എടുക്കണം എന്നൊക്കെ എനിക്ക് ചിന്തയുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് അല്ലാത്തവരും, അതായത് ഒരു ബന്ധവും ഇല്ലാത്തവർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്നേഹം നിറഞ്ഞ ഒരു സമൂഹം, അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര കൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. എനിക്ക് പെയിനുണ്ട്. പക്ഷെ നിങ്ങളുടെ ബന്ധം തകർന്നെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച ആളുകൾ ഉണ്ടാവില്ലേ? ലൈക്ക് ചേച്ചി, അവരൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കമന്റ് ബോക്സിൽ ഞാൻ വായിച്ചു എന്തൊക്കെയായിരുന്നു, മലപ്പുറം കത്തി അമ്പും വില്ലും. ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ തുടങ്ങിയ, മനസ്സിലായോ? കാരണം ഇതൊരിക്കലും ലൈക്ക് എന്നെ പെറ്റി വളർത്തിയ സ്ഥലമല്ല, എൻ്റെ രക്തബന്ധത്തിലുള്ള ആൾക്കാരല്ല. ഞാൻ അവിടെ ഒരു അതിഥിയാണ്. ആ അതിഥി സമയം ആകുമ്പോൾ ഇറങ്ങേണ്ടി വരും, മനസ്സിലായോ? അപ്പം സമയമായി, ഞാൻ ഇറങ്ങി. തീർച്ചയായും അത് വലിയ പരിക്കുകളില്ലാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇറങ്ങി. റെഡിറ്റിലൊക്കെ വരുന്നുണ്ട്. റെഡിറ്റിലൊക്കെ എന്താണ് ഇവർ പിരിഞ്ഞതിന് കാര്യം, വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് അതിലൊക്കെ. എത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും, എത്രയൊക്കെ ക്ലാരിറ്റി ആൾക്കാർക്ക് കൊടുത്താലും ആൾക്കാർ മെയ്ഡപ്പ് സ്റ്റോറീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് എന്നെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യില്ലായിരിക്കാം, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്തേക്കാം. സോ ദയവേത് നിങ്ങൾ ആ ഒരു സംഭവം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവര് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. രണ്ടുപേര് നമ്മൾ രണ്ടുപേർക്കും ഒരിക്കലും എന്റെ മൈൻഡ് തോട്ടായിരിക്കില്ല ഇയാൾക്കുള്ളത്. അതിൽ ചിലപ്പോ ആശയങ്ങൾ ചിലപ്പോ ഒന്നായിരിക്കാം, പക്ഷെ നമ്മള് ആ ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന രീതി രണ്ടായിരിക്കും. അത് ചിലപ്പോ പരസ്പരം പൊരുത്തപ്പെടണമെന്നില്ല. അതാണ് സംഭവം. ആ പൊരുത്തപ്പെടായികയിൽ നമുക്ക് ഫ്രിക്ഷൻ വന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ രണ്ടാവും. നമുക്ക് അപ്പുറം ആളുണ്ടാവാം, അപ്പുറത്തെ ആളുണ്ടാവും. ദാറ്റ്സ് നോട്ട് എ ഫൈൻ. നമുക്ക് അപ്പുറം ആളുണ്ട്, നമുക്ക് ഇപ്പുറം ആളുണ്ട്. പക്ഷെ വേദനിപ്പിക്കാതെ ഇറങ്ങുക. ഇതിപ്പം ഞാൻ അന്നും ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പം ഞാൻ അന്നും ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും എന്നോട് പറഞ്ഞൊരു ഇതിൽ ചോദിച്ചത് നിങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നോ അല്ലാന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി. പിന്നീടുള്ളൊരു ചോദ്യം, നിങ്ങൾ തമ്മിൽ താങ്കൾ ഗേ ആണോ? അല്ല. അതിന് നമ്മൾ മറുപടി കൊടുത്തിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഗോപികയുടെ കല്യാണം ഉറപ്പിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഇനി ഈ കല്യാണം ഉറപ്പിച്ചത് കൊണ്ടാണോ താങ്കൾ പോകുന്നത് എന്നൊരു ചോദ്യം വന്നാൽ? നോ, കല്യാണം ഉറപ്പിച്ചുകൊണ്ടൊന്നുമല്ല. അതൊക്കെ ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. കല്യാണം ഉറപ്പിച്ചുകൊണ്ടൊന്നുമല്ല. അതല്ല കാര്യം. ശരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് ആശയം, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബേസിക് എത്തിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ലൈക്ക് ഇത് വന്നു, ഫ്രിക്ഷൻ വന്നു പറഞ്ഞ പോലെ. അതാണ്. അല്ലാണ്ട് കല്യാണം ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നമ്മള് ഫ്രിക്ഷൻ വന്നാൽ കൂടുതൽ വിള്ളൽ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നൈസായിട്ട്, അത് ഏത് ബന്ധമാണെങ്കിലും, അത് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒഴിവാകുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറയുന്ന എനിക്ക് രണ്ട് മീഡിയയില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടെ നമ്മൾക്കൊരു വില തരണ്ടേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ ലൈക്ക് ആ സമയത്ത് ഞാൻ വളരെ മെന്റലി ഇറിറ്റേറ്റഡ് ആയിരിക്കും. അതൊന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ തണുത്ത് കഴിയുമ്പോഴേക്കും ആരോടാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി സംസാരിച്ച് സോൾവ് ചെയ്യും. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കേട്ടോണ്ട് നമ്മൾക്കൊരു വില തരുന്നില്ലെങ്കിൽ നമ്മളവിടെ പോയിട്ട് കാര്യമില്ല. അവിടെ വീണ്ടും നമ്മൾ പിന്നെ ആ പ്രശ്നത്തിലേക്ക് നമ്മളെ തന്നെ വലിച്ചിട്ട് അവിടെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുത്തുകയാണ്. അപ്പം എനിക്ക് തോന്നി അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ല, മേ ബി